പ്രത്യേകിച്ചും ട്രാവൽ ഇൻഡസ്ട്രിയിലുള്ള നമ്മളെ സംബന്ധിച്ചേ, കാരണം ചൈനയിലേക്ക് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ അവിടെയുള്ള ബിസിനസ്സുകാരൊക്കെ അത് ഭയങ്കര ഭീതിപ്പെടുത്തുന്ന ഒരു ന്യൂസ് ആയിരുന്നു ശരിക്കും. അപ്പോൾ ഡോക്ടറെ, നമ്മളെ ഈ HMPV വൈറസിനെ കുറിച്ച് ഇപ്പം ഇങ്ങനെ മീഡിയകളിലൊക്കെ ഡിസ്കഷൻ വരുന്നുണ്ടല്ലോ. ചൈനയിൽ HMPV ഉണ്ടായി. അപ്പോൾ ശരിക്കും ചൈനയിൽ ഇതേമാതിരി ബ്ലോഗേഴ്സൊക്കെ അതവിടെ ഇല്ല, അതൊരു നോർമൽ സിംറ്റമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ 1-2 മീഡിയകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഒരു മെഡിക്കൽ ആസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഡോക്ടറെ ഒരു പെർസെപ്ഷൻ എന്താണ് ഇതിലെ? ഈ HMPV-യിൽ മെയിനായിട്ട് അതൊരു വേരിയൻ്റ് ആണ്. ആദ്യമായിട്ട് നെതർലാൻഡ്സിലാണ് അത് റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ ഒരു മെയിൻ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് കുട്ടികളിലും, അതായത് 1 വയസ്സിനും 5 വയസ്സിനും ഇടയിലുള്ള, അതായത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും, പിന്നീട് കാണുന്നത് കൂടുതലായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അത് പൊതുവിൽ അതൊരു 3 തൊട്ട് 5 ദിവസത്തിനുള്ളിൽ വന്നിട്ട് സാധാരണ ഒരു കോൾഡ് പോലെ വന്നിട്ട് പോകുന്നതാണ്. അതിൻ്റെ ഒരു കൂടുതലായിട്ട് കാണുന്ന അതിൻ്റെ അകത്ത് ഒരു ഫീവർ വരാം, ബോഡി ഏക്സ് ആൻഡ് പെയിൻസ് വരാം, ടയർഡ്നെസ് വരാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ കാണുക. പക്ഷെ അതിനെ ഭയപ്പെടേണ്ട ഒരു അസുഖമല്ല. പക്ഷെ നമ്മളെ അലേർട്ടായിരിക്കുക, ഇതൊന്ന് സീസണാണ്. പിന്നെ അതിൻ്റെ കൂടെ ഏജ് കാറ്റഗറി നോക്കണം. പിന്നെ ന്യൂമോണിയ ആവാതെ അതിൻ്റെ ആദ്യമേ പ്രിക്കോഷൻസ് ചെയ്ത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക.